ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. ഓണസദ്യക്ക് ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഫ്രൈ ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്ക ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇത് നന്നായി കടുക് താളിക്കണം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ എടുത്ത് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ മുറിച്ച് ചെറിയ ഉള്ളി 2-3 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ മുറിച്ച പച്ചമുളക് 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് വറുത്ത് വെച്ചത് അതും നമുക്കിതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവുന്നതാണ്. അമ്പാനെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് നല്ലൊരു ഡിഷാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്